കള്ളം കയറിയ ഒരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് പ്ലാവിൻ്റെ കാതൽ കൊണ്ടുണ്ടാക്കിയ വാതിൽ പൊളിച്ചിട്ട് കള്ളനകത്ത് കയറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് വാതിൽ എങ്ങനെ തകർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു 4-5 ദിവസം മുമ്പ് ഒരു കള്ളൻ കയറി ഈ വീട്ടിൽ കയറിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോളോ ബ്രിക്സ് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ വാതിൽ ശക്തിയായിട്ട് ഇടിച്ചിട്ടോ. ആ ഇടിച്ച പണം അവിടെ കാണുന്നുണ്ട്. ഈ ഹോളോ ബ്രിക്സ് ഉണ്ടെങ്കിൽ ഈ ഹോളോ ബ്രിക്സ് വെച്ചിട്ടാണ് ആ വാതിൽ ഇടിച്ച് തകർത്തത് കേട്ടോ. അതും ഈ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയിരുന്നു. ഒന്നാമത് പൊളിയാതിരിക്കാനോ ഇനി അല്ലെങ്കിൽ കൈരേഖ കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തതാണോ അറിയില്ല. ഈ തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് അവിടെ ഇടിച്ച് വെച്ചിരുന്നു. ആ കല്ല് അവിടെ ഇട്ടിരുന്നു കേട്ടോ. അത് ഇടിച്ചതിന് ശേഷം ഇവിടെ തകർത്തിട്ട് മെയിൻ ഡോറിന്റെ മുന്നിലാണുള്ളത് ഈ ഒരു ഭാഗം. അതും പ്ലാവിൻ്റെ ഒരു വാതിലാണ്. ഇത് തകർത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് ഗോൾഡ്, അതേപോലെ പൈസ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ മെയിനായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ കരുതും ഇതേപോലെ സിമ്പിളായിട്ട് പൊളിക്കാൻ കഴിയില്ല, പ്ലാവ് തേക്ക് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ വളരെ സിമ്പിളായി കൊണ്ട് അവർ പൊളിക്കുന്ന കേട്ടോ. കണ്ടപ്പോൾ അതായത് കൂടുതൽ പരിക്കൊന്നും കട്ടിൽമേലില്ലാതെ തന്നെ അവർ ഒറ്റയടിക്കോ അല്ലെങ്കിൽ 2 അടിക്കോ അത് പൊളിച്ചിട്ടിട്ട് കേട്ടോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ എത്രത്തോളം സെക്യൂരിറ്റി ഇല്ലാത്ത സംഭവമാണെന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ട് വല്ലാതെ. ഈ വീട് പൂട്ടിക്കിടക്കുന്ന ഒരു വീടായിരുന്നു. ഒരു 4 ദിവസത്തിന് അവർ വിരുന്ന് പോയ സമയത്ത് ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഇതിനുള്ളിലുള്ള സാധനങ്ങൾ കുറേ സാധനങ്ങൾ, എത്രത്തോളം ഒരു ബെഡ്ഷീറ്റ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, വലുതായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പോലെ പല സാധനങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ലോക്കും കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യമില്ല, അത് അവർ ഇടിച്ച് തകർത്ത് കയറുന്നുണ്ട്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറേ ആളുകൾക്ക് പറയാനുണ്ടാവും എന്തിനാണ് ഈ പൊളിച്ച രീതി കാണിച്ചതെന്നുള്ളത് അല്ലേ. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട് സെക്യൂർ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. കള്ളന്മാർക്ക് ഹെൽപ്പ് ആവൂലേ എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരോട് പറയാണ്, അവർ ഇതിലും വലിയ വിളവ് പഠിച്ചു വന്നവരാട്ടോ. അതുകൊണ്ട് നമുക്ക് മുൻകരുതലിനും വേണ്ടിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള സെക്യൂരിറ്റി നമ്മൾ തയ്യാറാക്കണം. ഇത്രയും എളുപ്പത്തിൽ ഇവർ ഇത് തച്ച് തകർത്ത് ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും നമ്മളെ വീട്ടിൽ വെക്കുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഗോൾഡ് പോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കരുത്, പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്ത് കേട്ടോ. അതായത് ഇതേപോലെ സിമ്പിളായി കൊണ്ട് അവർ തകർത്ത് നമ്മുടെ സാധനങ്ങൾ എടുത്ത് പോകും എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ശരിക്കും മെയിനായിട്ടൊരു പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക, നമ്മളൊക്കെ വീട്ടിൽ ഒരു ഉളുപ്പുമില്ലാതെ കുറേ ആൾക്കാർ പിരിവിന് മറ്റതെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇടിച്ച് കയറി വരുന്നുണ്ട്. അതായത് നമ്മൾ പ്രൈവറ്റ് പ്ലേസിലേക്ക് അന്യ സംസ്ഥാനക്കാരും നമ്മളെ സംസ്ഥാനക്കാരും പല പിരിവുകളും അല്ലെങ്കിൽ പല ഡ്രസ്സുകളും വിൽക്കാൻ വേണ്ടി ഒരു ഫയലോ അല്ലെങ്കിൽ ഒരു രേഖയോ ഇല്ലാത്ത പല ആളുകളും ഇവിടെ വന്നിട്ട് നമ്മളെ മുന്നിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കേരളത്തിലേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ പോലെ നാട്ടിൽ പോയി കയറി കഴിഞ്ഞാൽ അടിച്ച് പുറത്താക്കും. അതിനുള്ള ലൈസൻസ് ഇവിടെ കൊടുക്കുന്ന കാരണത്താൽ, അതായത് നമ്മളെ മലയാളികളുടെ ഒരു മനസ്സിൻ്റെ വിശാലത കൊണ്ടായിരിക്കാം ഇവരൊക്കെ ഇങ്ങനെ കയറി നിരങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. അതിനൊക്കെ നിർത്തലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒന്നില്ലെങ്കിൽ ഇതേപോലെ പിരിവ് നടത്തുന്നവർക്ക് ഒരു ID കാർഡോ കാര്യങ്ങളോ കൊടുത്തിട്ട് അത് പിരിവിക്കാൻ പറ്റുമെന്നില്ല, എല്ലാത്തവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരാൾക്കും നമ്മൾ പിരിവ് കൊടുത്തിട്ട് ഇതേപോലെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. രേഖയുമായിട്ട് വരുന്ന ആളുകൾ, അതായത് ഗവൺമെന്റിന്റെ രേഖയുമായിട്ട് വരുന്ന ആളുകൾക്ക് അല്ലാതെ പൈസ കൊടുക്കാൻ പറ്റിയൊരു സിസ്റ്റം ഉണ്ടാക്കരുത്. ഇവിടെ നടന്ന് തെണ്ടി പിരിക്കുന്ന ആൾക്കാർ ഇതേപോലെ അടച്ചിട്ടിരിക്കുന്ന വീട്, നമ്മൾ എന്ത് ധൈര്യത്തിൽ ഇതുപോലെ വീടൊക്കെ അടച്ചിട്ട് പോവുക, ഇതേപോലെ ഉള്ളിൽ കയറിയിട്ട് ഇതൊക്കെ തകർത്ത് പോകില്ലേ. ഇപ്പോൾ ഒരു പക്ഷേ ഇതിനുള്ളിൽ ആളുണ്ടെങ്കിൽ അവരെ കൊന്നിട്ട് പോകില്ലേ, അതിനൊന്നും ഒരു സുരക്ഷിതയില്ലല്ലോ.